വീക്കെൻഡിൻ്റെ സന്തോഷത്തിൽ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് സർപ്രൈസ് തരാനായിട്ട് നീയും ഒലീവിയയും അക്കുവും ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നേക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഷോപ്പിംഗ് മോളിൽ പോകാമെന്ന് തീരുമാനിച്ചു. നല്ലൊരു ദിവസം കണ്ടുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ. നമ്മുടെ നാട്ടിൽ കട്ടൻ കാപ്പിയും പരിപ്പോടെ കുടിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല മഴ. അങ്ങനെ ഷോപ്പിംഗ് മോളിലെത്തി. അക്കും കുഞ്ഞും ഓടി മെഷീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥാനായകൻ, നമ്മുടെ റോബോട്ടിക് മെഷീൻ, നമ്മുടെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന റോബോട്ടിക് മെഷീൻ ഇതാണ്. ഇപ്പോഴത്തെ പിള്ളേർ കോട്ടൺ ക്യാൻഡി എന്ന് പറയും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളിതിന് പറഞ്ഞിട്ടുള്ളത് പഞ്ഞി മിഠായി, പൂട മിഠായി എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് ബേസിക്കലി ഫ്രണ്ടിൽ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്, നമുക്ക് എന്താ വേണ്ടതെന്ന് പറയാനും അപ്പുറത്തൊരു കാർഡ് ഇടാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് നടത്തുന്ന രീതിയിലാണ്. പിന്നെ ഈ ഒരു യൂണിക്കോണിൻ്റെ ഷേപ്പിൽ കാണുന്നത് ഒരു ഓട്ടോമാറ്റിക് ഡോറാണ്. സംഭവം സാധനം ഉള്ളിലുണ്ട്, റോബോട്ടിക് ആം ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഡോറ് തുറന്നിത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. ഇതിൽ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഭയങ്കര വില, സ്ക്രീനിൽ തൊടണ വഴി അതിൽ എഴുതിയേക്കുന്നത് $10, അങ്ങനെയൊക്കെ ഭയങ്കര കൂടിയ വില എഴുതിയേക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ $10 നമ്മൾ കോട്ടൺ ക്യാൻഡി കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അല്പം വിഷമമുള്ളൊരു സംഭവമല്ലേ. മാത്രമല്ല നമ്മൾ മലയാളികൾക്ക് എവിടെ ഓഫർ ഉണ്ടെങ്കിലും മണത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കില്ല് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൽ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കി. അപ്പോൾ മുകളിൽ $10, സ്ക്രോൾ ഡൗൺ ചെയ്യാത്തവരെ പറ്റിക്കാനായിട്ട് മുകളിൽ $10 ഇട്ട് വെച്ചേക്കണതാണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ $8 ഉണ്ട്, $7 ഉണ്ട്, $6 ഉണ്ട്, $5 അങ്ങനെ താഴത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഫ്ലേവറും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടി ഇഷ്ടമുള്ള ഒരു സ്ട്രോബെറി ഫ്ലേവറുള്ള $6 ഒരു സംഭവം ചൂസ് ചെയ്തു. അതൊരു മഷ്റൂം ഷേപ്പിലിരിക്കുന്ന ഒരു സാധനമാണ്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മെഷീൻ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. മെഷീൻ ആദ്യം ചൂടാവണം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പിടിക്കുന്ന കോലില്ലേ, ആ കോല് മൂളി പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുന്ന പാർട്ടാണ് കാണുന്നത്. നമ്മൾ കോട്ടൺ ക്യാൻഡി ഒരു കോലെ പിടിച്ചല്ലേ കഴിക്കും. ആദ്യം ആ റോബോട്ടിക് ആം മൂളി പോയിട്ട് ഒരു കോലെടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് അത് തന്നെ ഇട്ട് കറക്കണതാണ്. അതായത് കോട്ടൺ ക്യാൻഡി സ്പ്രേ ചെയ്ത് വന്നതിൻ്റെ മുകളിലിട്ട് തന്നെ കറക്കുവാണ്. എന്നിട്ട് ഒരു കളർ മാറി അടുത്ത കളർ വരുന്ന പാർട്ടാണ് ഇത് കാണുന്നത്. മെഷീനിലിപ്പോൾ മാറിയിട്ട് വേറെ ഒരു കളറിലുള്ള സാധനം, അത് പിങ്ക് കളറിലുള്ള സ്പ്രേ ചെയ്യണം. അക്കുവിന് പേടിയായി സൗണ്ടൊക്കെ ഇട്ടപ്പോൾ. അത് ബിഗായി വന്നിട്ടുണ്ട്. പല കളറിലെ സ്പ്രേ വരുന്നത്. ഒരു ചെറിയ തലയുടെ വലുപ്പത്തിലായിട്ടുണ്ട്. അക്കുവിൻ്റെ തലയിൽ വലിയ സൈസ് വന്നിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയി. മഷ്റൂമിൻ്റെ ഷേപ്പാണ്. താഴെ ഒരു ഫ്ലേവർ, മുകളിലൊരു ഫ്ലേവർ. ഇതാണ് ഞാൻ പറഞ്ഞ ഡോറ്. കുഞ്ഞു അക്കുവിന് കൊടുക്കാതെ കിട്ടിയ വഴി തന്നെ കടിച്ചു. ഉള്ളിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കളറിൽ വരും. അപ്പോൾ ഓരോ ഇപ്പോൾ പിങ്ക് കളറാണെങ്കിൽ അതിന് ആ കോട്ടൺ ക്യാൻഡി തന്നെ അതിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഓരോ കളറിനും അതിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. വൈറ്റിൽ വാനില എഫക്റ്റ് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നമ്മൾ കോട്ടൺ ക്യാൻഡിയിൽ ആ ഒരു ഫീൽ നമുക്ക് അല്പം വ്യത്യാസമായിരിക്കും. അത് നമുക്ക് എപ്പോഴും ആ സെയിം കോട്ടൺ അല്ലെങ്കിൽ ആ ഷുഗർ മിഠായിയുടെ സെയിം ടേസ്റ്റ് അല്ല നമുക്ക് കിട്ടാറില്ലേ. അതൊരു വെറൈറ്റി ആയിരുന്നു അവിടെ ഉള്ളത്. അങ്ങനെ കുഞ്ഞുവിന് ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. അങ്ങനെ കോട്ടൺ ക്യാൻഡി കഴിച്ച് ഞങ്ങളങ്ങനെ പയ്യെ തിരിച്ച് നടന്നു. അപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നാർന്നു. നമ്മുടെ നാട്ടിൽ മഴ പെയ്ത പോലെയുള്ളൊരു ഫീലും ചെറിയ തണുപ്പും.
ബൈ.